മഹാഭാരതം ഉദ്വേഗപർവത്തിൽ പറയുന്ന ഒരു സന്ദർഭമാകുന്നു കൃഷ്ണന്റെ നാനാനാമങ്ങളെക്കുറിച്ചുള്ള നിർവചനം. യുദ്ധം തുടങ്ങുന്നതിന് മുൻപായി ഇരു കക്ഷികളും പരസ്പരം സമാധാന സംഭാഷണം എന്നോളം ദൂതന്മാരെ അയച്ചിരുന്നു. അങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മന്ത്രിപ്രമുഖനാകുന്ന സഞ്ജയൻ പാണ്ഡവരുടെ പക്ഷം ചെന്ന് തങ്ങളുടെ നിലപാടുകൾ അറിയിക്കുന്നു. അങ്ങനെ തിരികെ വന്ന സഞ്ജയനാകുന്നു കൗരവ സഭയിൽ വെച്ചുകൊണ്ട് കൃഷ്ണന്റെ നാനാനാമങ്ങളെക്കുറിച്ച് നിർവചിക്കുന്നത്. വിശ്വം വസിക്കുന്നവനും വസുവും ദേവയോനിയുമായതുകൊണ്ട് വാസുദേവൻ എന്ന ഭഗവാന് പേര് ഉണ്ടായി. മഹത്വം കൊണ്ട് വിഷ്ണു എന്ന നാമം ലഭിച്ചു. മൗനം, ധ്യാനം, യോഗം ഇവ കൊണ്ട് മാധവൻ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടായി. സർവസമന്വയത്വം കൊണ്ട് മധുഹന്താവ് മധുസൂദനനായി മാറി. പരമമായ സ്ഥാനം പുണ്ടരീകം ആകുന്നു. ആ സ്ഥാനം നിത്യവും അവ്യയവും ആകുന്നു. അതുപോലെ തന്നെ അക്ഷയവും ആകുന്നു. ആ സ്ഥാനം ചേർന്നതുകൊണ്ട് പുണ്ടരീകാക്ഷനായി മധുസൂദനൻ അറിയപ്പെടുന്നു. അനാര്യന്മാർക്ക് ഭയമുണ്ടാക്കുന്നവനായതുകൊണ്ട് തന്നെ അദ്ദേഹം ജനാർദ്ദനൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സത്വത്തെ ഉപേക്ഷിക്കുന്നവനും സത്വം ഉപേക്ഷിക്കാത്തവനുമായതുകൊണ്ട് സാത്വതനായി തീർന്നിരിക്കുന്നു. വൃഷഭദേവനെ സംബന്ധിക്കുന്നവനാകിയാൽ തന്നെ വൃഷഭേഷണനായി അദ്ദേഹം അറിയപ്പെടുന്നു. ജനിതാവാൽ ജാതനല്ലാത്തതിനാൽ തന്നെ അജനായി മാറി അദ്ദേഹം. പിന്നെ സേനകളെ ജയിക്കുന്നതിനാൽ തന്നെ അനീകജിതനായി മാറി അദ്ദേഹം. ദേവപ്രകാശമുള്ള ദമത്താൽ വിഭു ദാമോദരനായി മാറി. സുഖൈശ്വര്യഹർഷത്താൽ ഋഷികേശനായി അദ്ദേഹം മാറി. ഭൂമിയും ആകാശവും കൈക്കൊണ്ടവനാകിയാൽ തന്നെ മഹാബാഹുവായി മാറി അദ്ദേഹം. അധോഭാഗക്ഷയം വിട്ടവനായതുകൊണ്ട് തന്നെ അദ്ദേഹം അധോക്ഷയനായി മാറി. നാരങ്ങൾക്ക്, അതായത് ജലത്തിൽ അയനം മൂലം നാരായണനായി മാറി. പുരാണം, സദനം ഇവ കൊണ്ട് പുരുഷോത്തമനായി മാറി അദ്ദേഹം. അസത്ത്, സത്ത് എന്നിവ കൊണ്ട് ഉത്ഭവിക്കുന്നതിനാൽ തന്നെ ക്ഷയത്തിന് കാരണമായി സർവജ്ഞാനത്തിനായി സർവരൂപിയായി അറിയപ്പെടുന്നവനാകുന്നു അദ്ദേഹം. സത്യത്തിൽ കൃഷ്ണൻ അധിവസിക്കുന്നവൻ ആകുന്നു. കൃഷ്ണനിൽ സത്യം അധിവസിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യത്താൽ സത്യനായി ഗോവിന്ദൻ സത്യനാമകാരിയായി ശോഭിക്കുന്നു. വിക്രമത്തിൽ വിഷ്ണുദേവൻ ജയത്തിൽ ജിഷ്ണുവാകുന്നു. ശാശ്വതത്താൽ അനന്തൻ, ഗോനിവേദത്താൽ ഗോവിന്ദൻ. ആ തത്വത്തെ തത്വമാക്കുകയും വിശ്വത്തെ മയക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ആവർത്തിക്കുന്ന ധർമ്മനിത്യനും ഭഗവാനുമായ മധുസൂദനൻ ഇങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്നു.